സാധാരണ പോലെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ പതാക ഉയർത്തി അതേപോലെ തന്നെ ജനഗണമന പാടി പിരിയാണ് ചെയ്തത്. സാധാരണ നാം ചെയ്യാറുള്ളത് പോലെ തന്നെയാണ്. പിന്നെന്താ, വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചു. അവർ പറയുന്നത് ഇത് പൂർണ്ണമായി ആലപിക്കുമെന്ന് മേയർ അറിയിച്ചിരുന്നു. അങ്ങനെ ഒരു അറിവ് ഉണ്ടായിരുന്നു? ഒരിക്കലുമില്ല. ഒരാൾ പോലും ഒരു കാര്യം പറഞ്ഞില്ല. ഈ നിമിഷം വരെ, ഇന്നലെ മുതൽ ഈ നിമിഷം വരെ അങ്ങനെ ഒരു കൗൺസിലർമാരും അവരവിടെ വരുമെന്ന് പോലും അറിയിച്ചില്ല. ഓർലായിട്ട് പിന്നെ എല്ലാ കൗൺസിലർമാർക്കും അറിയിപ്പ് കൊടുക്കും, വരുന്നവർ വന്നു ചേരും. അപ്പോൾ മുഴുവൻ പേരൊന്നും വരാറില്ല സാധാരണ. പക്ഷെ ഇന്ന് അവർ വരുന്നത് പോലും നമുക്ക് അറിയില്ല. വരട്ടെ, അവർ വരേണ്ടതാണല്ലോ. അവർ പറഞ്ഞ നിയമപരമായ നടപടി സ്വീകരിക്കും. ദേശീയഗാനത്തെ അപമാനിക്കുന്ന തരത്തിലാണ് വന്ദേമാതരം ആലപിച്ച് പൂർത്തിയാകുമ്പോൾ മേയർ ഉൾപ്പെടെ പിന്തിരിഞ്ഞു പോയി. അതെ, അത് തീർത്തും തെറ്റാണ്. കാരണം വന്ദേമാതരം ആലപിക്കുന്നതിനെ തടയരുത്, തടഞ്ഞിട്ടില്ല താൻ. കാരണം വന്ദേമാതരം ആലപിക്കേണ്ടവർക്ക് ആലപിക്കാമല്ലോ. അതിനൊരു കാരണവശാലും നമ്മൾ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. നമ്മളത് ആലപിച്ചില്ല. ഇല്ല, ഒരിക്കലും ഉണ്ടായില്ല. അല്ല, ദേശീയഗാനം പാടിയിരുന്നു. സാധാരണ പതാക ഉയർത്തി കഴിഞ്ഞാൽ സാധാരണ ചെയ്യാറ് അതാണല്ലോ. അതിനിടയിൽ അവർ പാടി. അത് അവരാണ് ഉചിതമാണോ അല്ലയോ എന്നുള്ളത് ആലോചിക്കേണ്ടത്, തീരുമാനിക്കേണ്ടത് അവരാണ്. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഒരു തരത്തിലും ദേശീയ പതാകയെയോ മറ്റൊരു തരത്തിലും അപമാനിക്കുകയോ കാര്യമോ ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്തിട്ടില്ല താനും. നിയമപരമായി എന്താണോ പറയുന്നത് അത് ചെയ്തിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വന്ദേമാതരം പാടണം എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണോ? ഞാൻ പറയുന്നു, എവിടെയും പാടണമെന്ന് നിർബന്ധമാക്കിയിട്ടില്ല. എന്നാൽ പാടുന്നവരെ തടയാൻ പാടില്ല. പാടുന്നവർക്ക് പാടാം. അത് അവർ ചെയ്തിട്ടുണ്ട്. അവരെ തടഞ്ഞിട്ടില്ല താനും. അവരാ കർത്തവ്യം അവർ നിർവഹിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ അജണ്ടയിൽ ഇല്ലാത്തൊരു കാര്യം പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലും വന്നു പോയാൽ അതിൻ്റെ പിന്നാലെ പോകാൻ കഴിയില്ല. നമ്മളെന്താണോ അജണ്ട ഉണ്ടായിരുന്നത്, അജണ്ട പ്രകാരം സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഭാഗമായി പതാക ഉയർത്തി അതിനെ സല്യൂട്ട് ചെയ്തു, ജനഗണമന പാടി പിരിയ ചെയ്തത്. അതാണ് നമ്മുടെ അജണ്ടയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അവരുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു കാര്യം ഉണ്ടായി. അതിന് നമ്മളാരും തടയാൻ പോയിട്ടില്ല. അത് അവരാണ് ആലോചിക്കുന്നത്. പ്രോട്ടോകോൾ പ്രകാരം ദേശീയഗാനം ജനഗണമന പാടുമ്പോൾ മറ്റ് ഇന്ററപ്ഷൻസ് ഉണ്ടാവാൻ പാടില്ലെന്നുണ്ട്. അപ്പോൾ അത് നിയമപരമായി കോർപ്പറേഷൻ പരിശോധിക്കട്ടെ. കാരണം ജനഗണമന പാടുന്നതിൻ്റെ ഉള്ളിലൂടെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. എന്താണ് അതിൻ്റെ കാര്യം എന്നുള്ളത് പരിശോധിച്ച് മാത്രം പറയാം. ഇല്ല, ഇപ്പം ആലോചിച്ചിട്ട് പറയാം. അതിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു, ഇതിൽ ഈ നമ്മൾ കാണേണ്ടത് നിങ്ങളുടെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകർ, ഞാനത് കുറച്ചുകൂടി നോക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു കാര്യം സുപ്രീം കോടതിയിൽ പോയ കാര്യം കൊടുക്കുന്നുണ്ട് അല്ലേ? അതിലെന്താ പറയുന്നതെന്നറിയോ? വന്നിട്ടുണ്ട്. അതിൽ ഇപ്പോൾ പാർലമെൻ്റാണല്ലോ ഈ കഴിഞ്ഞ ദിവസം ദേശീയഗാനം പാടുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഇതനുസരിച്ച് ദേശീയഗാനത്തിൻ്റെ വരികളിൽ സർക്കാരിന് ആവശ്യമായ മാറ്റം വരുത്താം. അത്തരമൊരു നിർദ്ദേശം ദേശീയ ഗീതത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഈ വർഷം ഫെബ്രുവരി 6 കേന്ദ്ര സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പ് വന്ദേമാതരം എങ്ങനെ പാടണം, എപ്പോൾ പാടണം എന്നൊക്കെ നിർദ്ദേശിച്ച് ഒരു ഉത്തരവിറക്കിയിരുന്നു. അതിലാണ് വന്ദേമാതരം 6 ഖണ്ഡങ്ങളുള്ള പാട്ടായി നിജപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനെതിരെ ഒരാൾ സുപ്രീം കോടതിയിൽ പോയി. ആ സർക്കുലർ പ്രകാരം പാടണം എന്നത് നിയമപരമായി നിർബന്ധമുള്ള കാര്യമല്ല എന്നും പാടിയില്ലെങ്കിൽ എന്തെങ്കിലും ശിക്ഷ അതിൽ പ്രതിപാദിക്കുന്നില്ല എന്നും ചൂണ്ടിക്കാട്ടി കോടതി ഹർജി ഫയലിൽ പോലും സ്വീകരിച്ചില്ല. നിർബന്ധിക്കാത്തത് കൊണ്ട് തന്നെ എന്തെങ്കിലും വിവേചനമുള്ളതായി കരുതുന്നില്ല എന്നും മറിച്ച് സംഭവിച്ചാൽ കോടതിയെ വീണ്ടും സമീപിക്കാമെന്നുമാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ വളരെ വ്യക്തമല്ലേ? അതിനുശേഷം ജൂലൈയിൽ ദേശീയ ചിഹ്നങ്ങളോടുള്ള അവഹേളനം കുറ്റകരമാക്കാനുള്ള നിയമത്തിൽ വന്ദേമാതരം ഉൾപ്പെടുത്തി പാർലമെന്റ് നിയമം പാസാക്കി. അത് പ്രകാരം പാടുന്നത് തടയുകയോ പാടുമ്പോൾ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നത് കുറ്റകരമാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ വന്ദേമാതരം എത്ര വരിയാണ് എന്ന് നിയമപരമായി ചിട്ടപ്പെടുത്തിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു നിയമവും ഭരണഘടനാ അസംബ്ലി പാർലമെന്റ് പാസാക്കിയിട്ടില്ല. അത് സംബന്ധിച്ച് ഒരു സർക്കാർ ഉത്തരവാണുള്ളത്. ആ ഉത്തരവിനെ ചോദ്യം ചെയ്തപ്പോൾ 6 ഖണ്ഡങ്ങളും പാടണം
എന്നത് നിർബന്ധമുള്ള കാര്യമല്ല എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ അപ്പോൾ ഈസിയായിട്ട് നിയമ ആ, നടപടി ആ. സ്വീകരിക്കാം. എന്നാൽ 6 വരിയും പാടുമ്പോൾ തടസ്സപ്പെടുത്തുന്നത് പുതിയ നിയമമനുസരിച്ച് കുറ്റകരമായ പ്രവൃത്തിയായിരിക്കും. ഏത് വന്ദേമാതരത്തിന്റെ കാര്യത്തിലാണ് പറയുന്നത്. അപ്പം മേയർ എന്നുള്ള നിലയ്ക്ക് അത് പാടുന്നതിനെ തടസ്സപ്പെടുത്തിയിട്ടില്ല. മനസ്സിലായല്ലോ? എന്താണ്? അല്ല, കുഴപ്പങ്ങളില്ല എന്നുള്ളതല്ല. കോഴിക്കോട് കോർപ്പറേഷൻ എങ്ങനെയാണോ സ്വാതന്ത്ര്യദിന പരിപാടി നടത്തുന്നതിന് ചിട്ടപ്പെടുത്തിയത്, അജണ്ട സെറ്റ് ചെയ്തിട്ടുള്ളത്, ആ രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. അതിന് അല്ല, അങ്ങനെ ചെയ്യരുതായിരുന്നു. കാരണം ശരി, അത് അപമാനിക്കപ്പെടുന്ന നിലയിലേക്ക് അങ്ങനെ ചെയ്യുന്നവരെ ആലോചിക്കേണ്ട കാര്യമല്ലേ. മേയർ എന്നുള്ളത് ഞാൻ അവിടെ ഉണ്ട്, ഡെപ്യൂട്ടി മേയറുണ്ട്. ഈ സാധാരണ നിലയിൽ ഇത്തരം കൗൺസിലർമാർക്ക് ഇങ്ങനെ ഒരു കാര്യം പ്ലാൻ ചെയ്ത് അങ്ങനെ ആ ചടങ്ങിനെ എങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളത് അവർ ചിന്തിക്കണ്ടേ? അല്ലെങ്കിൽ ഞാനായിട്ടൊരു ആശയവിനിമയം നടത്തണ്ടേ അവർ? നമ്മൾ ഈ സ്വാതന്ത്ര്യദിനം എന്ന് പറയുന്നത് അതിൻ്റെതായ ഒരു പരിഭാവനതയുണ്ട്, അത് അതിൻ്റെതായ ഒരു അന്തസ്സുണ്ട്. ആ അന്തസ്സ് കാത്തു സംരക്ഷിക്കാൻ ഏതൊരു ജനപ്രതിനിധികളും സാധാരണ ഒരു പൗരനും ഉള്ള ചുമതലയാണ്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന കാര്യത്തിൽ ഇതുപോലുള്ള ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞാൽ അതാണ് പരിശോധിക്കേണ്ട കാര്യം. അതുകൊണ്ട് അതിൻ്റെ അല്ല, അത് പൂർത്തിയാക്കാന്നുള്ളതല്ലല്ലോ. എൻ്റെ അജണ്ടയിലുള്ള കാര്യത്തിലല്ലേ ഞാൻ നിൽക്കുക. ജനഗണമന പാടിക്കഴിഞ്ഞാൽ എൻ്റെ അജണ്ടയിലുള്ള ആ തീരുമാനം കഴിഞ്ഞു. അത് പിരിയുക ചെയ്തത്. ഞാനൊരിക്കലും കോർപ്പറേഷൻ അല്ലെങ്കിൽ തീരുമാനിച്ചുള്ള അജണ്ടയിൽ നിന്നും പോയിട്ടില്ല, മാറിയിട്ടില്ല. പക്ഷെ അതിൽ വ്യതിചലിച്ച് ഒരു അനവസരത്തിൽ ഇങ്ങനെ ഒരു സംഗതി ചെയ്തതിൽ ആണ് ആ ചടങ്ങിനൊരു ഭംഗികേടായി തോന്നിയിട്ടുള്ളത്. പക്ഷേ ഒരു കാര്യം പറയാട്ടില്ല, എന്നാൽ പോലും അതിനെ തടസ്സപ്പെടുത്താൻ മേയർ എന്നുള്ളതിലേക്ക് ഞാൻ പോയിട്ടില്ല. മേയറുടെ നേതൃത്വത്തിൽ ദേശവിരുദ്ധ പ്രവർത്തനം നടത്തിയെന്നാണ് കൗൺസിലർമാർ ഉൾപ്പെടെ മാധ്യമങ്ങൾ അവരുടെ ആരോപണമല്ല. ദേശവിരുദ്ധ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അവർ നിർവചിക്കട്ടെ. ശരി, ഓക്കെ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.